സോ എല്ലാവർക്കും ഡുബ്രോസ്റ്റേ മറ്റൊരു സംബന്ധിച്ച വരെ നമ്മളിന്ന് റിയാക്ട് ചെയ്യണം. നമ്മളെ വിജയ് സേതുപതി നിത്യമേനൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന തലൈവൻ തലൈവി എന്ന് പറഞ്ഞൊരു സിനിമേൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ്. സോ എന്തായാലും നമുക്ക് ഫസ്റ്റ്ലി ഇതൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഈ ഒരു സിനിമയെ പറ്റി പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ അധികം ഒന്നും കേട്ടിട്ടില്ല. ഒരു ഇതിൻ്റെ പോസ്റ്ററൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലി മൂവി ആയിട്ടാണ് എനിക്ക് ഫെൽട്ട് ആയത്. ഏകദേശം അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ മ്യൂസിക് ചെയ്യണ സന്തോഷ് നാരായണൻ. എനിക്കൊന്നു നമ്മളെ ഭൈരവ് തലപതിയുടെ ഭൈരവ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മഹാൻ സന്തോഷ് നാരായണല്ലേ മ്യൂസിക് ചെയ്തത് ആണെന്ന് തോന്നുന്നു. അതിൻ്റെയൊക്കെ മ്യൂസിക് ഡയറക്ടർ ആണെന്ന് തോന്നുന്നു. പിന്നെ പാണ്ഡിരാജ് പുള്ളിക്കാരൻ്റെ പേര് നല്ല പരിചിതമുണ്ട്. ഏതൊക്കെയോ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഓർമ്മയില്ല. സോ എന്നാലും നമുക്ക് ഫസ്റ്റ്ലി ഇതൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം കേട്ടോ. ലെറ്റ്സ് ഗോ. கூட வந்தா லைஃப் எப்படி ഞാൻ പറഞ്ഞ ഫാമിലി இருக்கும் മൂവിയാണ്. நான் தான் வேணும்னு வந்திருக்கேன். நம்ம அம்மா அப்பாவே இப்படி பார்த்துக்கலையான்னு அவங்களே நீ திட்ட அளவுக்கு கொஞ்சம் பார்த்துக்கலான்னு ഇവര് ഫുഡൊക്കെ ഊണൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ സ്വീറ്റ്സ് ഒക്കെ വെക്കും കേട്ടോ. ഈ ലഡു പിന്നെ எங்க ரெண்டு பேரையும் അങ്ങനത്തെ பிரிச்சு കുറെ விட்டுருங்க. മുട്ടായിയൊക്കെ அரசு மாஸ்டர் പിരിച്ചുവിടാനല്ലേ പറഞ്ഞത്. நம்மால மாஸ்டர் வாத்தியார்னு தெரியாது. இல்ல எடா. தம்பி பரோட்டா மாஸ்டர். தம்பி பரோட்டாக்குன்னா அவ்வளவு ஃபேன்ஸ் இருக்காங்க. வெரைட்டி പൊറോട്ട അടിയാ വിഷയം. வீரய்யா செம்ம வர்த்தான சம்மந்தம்ப்பா. ஆஹா. ഫുഡ് ഉണ്ടല്ലോ നിത്യമേനൻ, അത് പ്രത്യേക ഒരു അഴകാണ്. നിത്യമേനൻ കഴിക്കണതൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. உங்களை நான் என்னன்னு கூப்பிடுறது? பேர் சொல்லி கூப்பிடு. ஆவா சொன்னு புருஷனை பேர் சொல்லக்கூடாதா? போடா லூசு. ஏன் சண்டை போடா வருது? லூசு. சண்டை வருது தெரியல, சண்டை வருது. தள்ளதான் போயிட்டு திடீர்னு போயிடும், சண்டை வந்துடும். ஏன்டா என் மேல இருக்கிற கோவத்தை குழந்தை மேல காட்டிருக்க? எதா இருந்தாலும் என்கிட்ட காட்டுறா. என்கிட்ட காட்டு. ஐயோ மேடம், நான் உங்க கொழுவல கோவத்தை காட்டல மேடம். நான் பேச மேடம், நான் கத்தல மேடம். பெப்பர் ഇത് റിയാലിറ്റിയടാ. அது பெப்பர் தூக்கலாம். நீங்கெல்லாம் சம்பாதித்து கடை தந்தீங்களா இல்ல சண்டை போறது கடை தந்தீங்களாடா? அடி பொரிഞ്ഞടി. இருக்கா மச்சான்? என் புள்ள எதுக்குமே பயப்படவும் மாட்டான், பதட்டப்படவும் மாட்டான். இவளை என்னைக்கு கட்டினி அன்னைக்கே உன் மூஞ்சில இருந்த கலையெல்லாம் போச்சே. சண்டை முடியாத தீர்ந்து. காரணத்தினால் இன்று கடை விடுமுறை. புருஷன் முடாட்டி உறவுதான் ரொம்ப அற்புதமானது, அழகானதுன்னு சொல்லுவாங்க. ஆனா அதை தக்க வைக்கிறதுல படுற பாடு இருக்கு அம்மா. எப்பா உயிரே போயிடுது. எதுக்கா 3 மாசம் பிரிஞ்சிருந்தீங்க? அப்படி என்னதாங்க பிரச்சனை? ஐயோ யோ யோ யோ. വാടാ, ഇത് മിക്കവാറും വിഷയം പടമായിരിക്കും കേട്ടാ. அடேங்கப்பா. ஐயோ. வாய பாரு. ஏம்மா உச்சிப்பா. ஏன்டா கழுத கத்தி குடும்ப மாதிரி கால் கால் கத்துறீங்க? നല്ല ബീജിയം കേട്ടാ. அம்மா கிட்டயும் என்கிட்டயும் സന്തോഷ് നാരായണൻ എനിക്ക് തോന്നുന്നു. லே 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 അടി അടി തന്നെയാണ് സാധനം. செத்தாண்டி போயிட்டேன். எப்ப என் பேரஸ் என்னை விட்டு போயிட்டாலும் அப்ப இந்த அகசர செத்தாண்டி போயிட்டான். நடிக்கிறது நல்லா தெரியுது. நடிக்கிறேனா? நான் நடிக்கிறேனா? അവിടെ ജൂലൈ 25 ഏടാ, ഇത് വിഷയം പടമായിരിക്കും കേട്ടാ. ഈ നിത്യമേനോൻ്റെ ഒരു പടം എനിക്ക് മിസ്സായി പോയത്. നല്ല രീതിയിൽ തിയേറ്ററിൽ നല്ലപോലെ വന്നൊരു പടം ഞാൻ കൊണ്ട് കാണാണ്ട് മിസ്സാക്കിയൊരു പടമാണ് നമ്മളെ തിരുച്ചിത്ര അമ്പലം. അത് തിയേറ്ററിൽ കാണാതെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ആ ഒരു പടം തിരുച്ചിത്രാമ്പലം എന്ന് പറഞ്ഞ ആ ഒരു മൂവി എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ലോസായിരുന്നു. ഇത് നല്ലൊരു റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത് പോയി കാണും, ഉറപ്പാണ്. നല്ലൊരു തിയേറ്റർ റെസ്പോൺസ്, അതായത് നല്ലൊരു ഫാമിലി പടം എന്ന് കിട്ടുകയാണെങ്കിൽ എനിക്ക് അതിന് നിത്യമേനോൻ്റെ ആക്ടിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ധനുഷായാലും ഒരു ഒരു റിയാലിറ്റി, അതായത് ഒരു പടത്തിന് ജീവിക്കാൻ അത് ധനുഷ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏത് പടമിലും അതിലെ ക്യാരക്ടർ ജീവിക്കാനാണ് അതിലെ ക്യാരക്ടറിന് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥിരം നമ്മളെ മുന്നിലുള്ള പോലെ ഒരാളായിട്ട് ജീവിക്കാനാണെങ്കിൽ അത് ധനുഷ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വിഷയം പടം വരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് തിരിച്ചിടാൻ പോലെ. അതുപോലെ ഇത് കാണുകയാണെങ്കിൽ കൺഫേം ഞാൻ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യും. ഈ ഒരു പടത്തിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഫസ്റ്റ് ഡേ പോയി കാണും. കുറച്ച് പേരെങ്കിലും ഈ പടത്തിൻ്റെ റിവ്യൂ വേണമെന്ന് പറഞ്ഞാൽ കൺഫേം ഞാൻ ഇത് ഫസ്റ്റ് ഡേ പോയി കണ്ടിരിക്കും. സോ ട്രെയിലർ വാസ് നൈസ്. നല്ല കട്ടായിരുന്നു, നല്ല രസമുണ്ട്. അവർ തമ്മിലുള്ള അടി വിജയ് സേതുപതിയൊക്കെ പിന്നെ ഇങ്ങനത്തെ ഒരു റോളൊക്കെ കിട്ടി എങ്ങനെ ചെയ്യുമെന്ന് 25-ാം തീയതി പറയാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. 25-ാം തീയതി നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും
നല്ലൊരു സിനിമയായി മാറട്ടെ. നല്ലൊരു ഫാമിലി ഇപ്പോൾ അങ്ങനെ തമിഴിൽ നിന്ന് നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ടൂറിസ്റ്റ് ഫാമിലി അത് വന്നായിരുന്നു. സോ നല്ലൊരു മൂവിയായിട്ട് വരട്ടെ. സോ എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ട്രെയിലറിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായും തന്നെ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു. ലൈക്ക് ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഷെയർ എത്തിക്കുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.